KSRTCയിൽ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം 100 ദിവസത്തെ ലാഭനഷ്ട കണക്കുകളുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും മറ്റ് ബസ്സുകളുടെ കാര്യത്തിൽ തീരുമാനം. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശങ്ക KSRTCക്ക് വേണ്ട എന്നും ജൂൺ 15-ന് തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി CP ജോൺ അറിയിച്ചു. ഇന്ന് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർണായകമായ തീരുമാനം. ജൂൺ 10-ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും പദ്ധതി നടപ്പിലാക്കുക. 100 ദിവസം പദ്ധതി നിരീക്ഷിക്കും. ഈ ദിവസത്തെ സൗജന്യ യാത്രയുടെ ലാഭനഷ്ടക്കണക്ക് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. അതിനുശേഷമായിരിക്കും രണ്ടാം ഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും മറ്റു മാനദണ്ഡങ്ങളില്ലാതെ പദ്ധതിയുടെ ഭാഗമാകാം. ആശങ്ക KSRTCക്ക് വേണ്ട. അത് കൃത്യമായൊരു മോഡൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഫിനാൻസ് സെക്രട്ടറി അതുപോലെ തന്നെ KSRTC MDയും ബന്ധപ്പെട്ട ഓഫീസർമാരെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. KSRTC ജീവനക്കാർക്കോ അല്ലെങ്കിൽ KSRTCയെ കുറിച്ച് ചിന്തിക്കുന്ന നമ്മുടെ ആളുകൾക്കോ ഒരാശങ്ക ആവശ്യമില്ല. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളുണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഏത് സെക്ടറിലാണോ കൊടുക്കുന്നത് അത് പൂർണ്ണമായും സ്ത്രീകൾക്കുള്ളതായിരിക്കും. ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യ യാത്ര അനുവദിച്ചാൽ വർഷം 712 കോടിയോളം രൂപ KSRTCക്ക് നഷ്ടമുണ്ടാകുമെന്നാണ് കണക്ക്. അധിക ബാധ്യത KSRTCക്ക് സർക്കാർ നൽകും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി പണം നൽകാനാണ് ആലോചന. അതേസമയം മലബാർ മേഖലകളിൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണത്തിലുള്ള കുറവ് പദ്ധതിയെ ബാധിക്കുമോ എന്നും ആശങ്കയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.